ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലത്തെ ഡേ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിനെ കുറിച്ച് മോശപ്പെട്ട ഒരു ഡേ ആണെന്ന് തോന്നുന്നു. ഇന്നലെ രണ്ട് യൂട്യൂബേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ സൂരജ് പാലക്കാരനെയും അതുപോലെ തന്നെ നമ്മുടെ ചെകുത്താനെയും. അപ്പം ഇവരുടെ രണ്ടുപേരുടെ വീഡിയോസും ഞാൻ കാണാറില്ല, ഒരിക്കലും കണ്ടിട്ടില്ല എന്നല്ല. ചെകുത്താൻ്റെ വീഡിയോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ബട്ട് സൂരജ് പാലക്കാരൻ്റെ വീഡിയോ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരുടെയും സിമിലാരിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഇവർ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെന്നും ഇവരുടെ വീഡിയോസ് കാണിക്കരുതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തായാലും സൂരജ് പാലക്കാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു യുവനടിയെ അപമാനിച്ചു എന്ന പേരിലാണ്. ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു യുവനടിയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ത്രീത്വത്തെയും ആത്മാഭിമാനത്തെയും അപമാനിച്ചു എന്നുള്ള പേരിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ നടി വന്നിട്ട് നമ്മുടെ മേയർ ഇഷ്യൂലുണ്ടായിരുന്ന ഒരു KSRTC ഡ്രൈവർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് യദു എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് പിന്നാലെയാണ് സൂരജ് പാലക്കാരൻ ഈ ഒരു നടിക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഭാഷ യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ നടിക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം. എന്നെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ലൈംഗിക പരാമർശം നടത്തിക്കൊണ്ടുള്ള കണ്ടന്റ് വന്നതിൻ്റെ ബേസിലാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. എന്തും സ്ത്രീകളെ പറഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ കുറേ കണ്ടന്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് സ്ത്രീകളെ ആക്ഷേപിച്ച് എന്തും പറയാം എന്നുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു കേസിലേക്ക് പോയത്. യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ 1 മാസം ഇദ്ദേഹം അകത്തായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. KSRTC ഡ്രൈവർ യദുവിനെതിരെ സമൂഹ മാധ്യമത്തിൽ പരാതിക്കാരി പതിച്ച പോസ്റ്റിനെ തുടർന്നാണ് സൂരജ് പാലക്കാരൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. 2 വർഷങ്ങൾക്ക് മുൻപ് സമാനമായ മറ്റൊരു കേസിൽ സൂരജ് പാലക്കാരനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഇടുക്കി സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജാതീയമായി അധിക്ഷേപിച്ചതിനുമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ഞാൻ എന്തായാലും ആ വീഡിയോ കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ എന്താണ് ഈ നടിയെ കുറിച്ച് സംസാരിക്കുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തെറി തന്നെ ആയിരിക്കും, ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറി തന്നെ ആയിരിക്കും ഇദ്ദേഹം വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൽ ഒരു സംശയം വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വന്ന അവസ്ഥ അദ്ദേഹം അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത് അദ്ദേഹം അനുഭവിക്കുക തന്നെ വേണം. ഇപ്പം സ്ത്രീകളെ മാത്രമല്ല ആരെയാണെങ്കിലും സംസാരിക്കുന്ന രീതിയിൽ അവരെക്കുറിച്ച് പറയുന്ന സമയത്ത് മാന്യമായ ഭാഷ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രോബ്ലം ഉള്ളത്? ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെ ഏത് രീതിയിലാണ് ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇദ്ദേഹം ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹവും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? സോ അത്തരത്തിൽ മോശമായ രീതിയിൽ അത് സ്ത്രീകളെക്കുറിച്ചോ പുരുഷന്മാരെക്കുറിച്ചോ ആരെക്കുറിച്ചാണെങ്കിലും ഇദ്ദേഹം അങ്ങനത്തെ ഭാഷയാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഇത് അനുഭവിക്കുക തന്നെ വേണം. അദ്ദേഹത്തിന് ഇതൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് ഒരു പാഠമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയെങ്കിലും തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം നല്ല ഭാഷ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നല്ലൊരു കഴിവുള്ള മനുഷ്യനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ലാംഗ്വേജ് മാത്രമാണ് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഭാഷ യൂസ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ സൂരജ് പാലക്കാരനോട് ആശംസിക്കുകയാണ്. ഈ ഒരു അറസ്റ്റ് നടന്ന സമയത്ത് അദ്ദേഹം മീഡിയക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പോർഷനും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത്. 15-ാം തീയതി പുല്ലപ്പെരിയാറിനെതിരെ സൂരജ് പാലക്കാരൻ പ്രതിഷേധം ചെയ്യുന്നുവെന്ന് വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ്. കഴിഞ്ഞ ജാമ്യം എന്തോ നിയമപരമായി നേടും. അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതം എന്നാണ് സൂരജ് പാലക്കാരൻ പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ സത്യം ഉണ്ടെങ്കിൽ അത് എന്തായാലും പുറത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു സൂരജ് പാലക്കാരനോ അല്ലെങ്കിൽ ഒരു ചെകുത്താനോ മാത്രമല്ല ഇതുപോലെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിരവധി ആൾക്കാർ ഇതുപോലെ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നതായിട്ട്
കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ പാഠമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ, കാരണം ഇവരൊക്കെ കുട്ടികളെ വളരെ മോശമായ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മോശമായ ഭാഷ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ കേരള പോലീസിനെ ഇനിയും അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ നടപടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.